കൊല്ലത്തെ വിവരങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ, ജില്ലയിലെ മാത്രം സാഹചര്യം പരിഗണിക്കുമ്പോൾ 70% അടുത്തിട്ടുണ്ട്. നിലവിലുള്ള പെർസെന്റേജ് അല്ലേ? എവിടെയെങ്കിലും ക്യൂ നീളുന്നുണ്ടോ ഇനിയും? അഷിത, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം താമരക്കുളം, അതായത് കൊല്ലം കോർപ്പറേഷൻ്റെ 42ാം ഡിവിഷൻ വരുന്ന താമരക്കുളത്ത്. അവിടെ റെഡ്യാർ ഇവിടെ ബൂത്ത്, ആ ബൂത്തിൽ നീണ്ട ക്യൂ ഉണ്ട്. 90 പേര്, അത് 6 മണി കഴിഞ്ഞിട്ട് 90 പേർ, 45 സ്ത്രീകളും 45 പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് എല്ലാവർക്കും ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ടോക്കൺ കയ്യിൽ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ ടോക്കൺ ഇത് കാണിച്ചേ, ടോക്കൺ എന്ത് ചെയ്യും? ടോക്കൺ എത്ര സമയം കഴിഞ്ഞാൽ ഇത് ചെയ്തിട്ടേ പോകുള്ളൂ? ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നതാണ്, ഇതിനായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. എന്തായാലും എൻ്റെ റൈറ്റ്സ് അല്ല, ഇട്ടിട്ടേ പോകുന്നുള്ളൂ. ഡെഫിനറ്റ്ലി വോട്ട് ചെയ്തിട്ടേ. അശ്വിത കേട്ടല്ലോ, എത്ര മെനക്കെട്ടാലും വോട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഈ വോട്ടർമാർ പോകുള്ളൂ എന്നുള്ളൊരു തീർച്ചയായും രാജ്കുമാർ, അത് അവർ 2 മണിക്കൊക്കെ മുതൽ കാത്തു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അത്ര വലിയ ക്യൂ ഈ ബൂത്തിൽ പൊതുവിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നേരത്തെ മുതൽ വളരെ പതിയാണ് ഇവിടുത്തെ പോളിങ്ങിൻ്റെ ഇത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു നീണ്ട ക്യൂ ഉണ്ടല്ലോ, ആ ക്യൂവിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഇലക്ഷൻ്റെ ഒരു നേരത്തെ ഇവിടെ ഒരു തർക്കം ഉണ്ടായിരുന്നു. എന്തായിരുന്നു തർക്കം എന്ന് പറയുന്നത്? ഇപ്പോൾ 6 മണിക്ക് ശേഷം ഏതാണ്ട് 90ഓളം ആൾക്കാരാണ് വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ ക്യൂവിൽ നിൽക്കുന്നത്. അവർ വളരെ സമയം കൊണ്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് കസേര ഇട്ട് കൊടുക്കാനായിട്ട് LDFിൻ്റെ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴത്തേക്ക് അത് അത്യാവശ്യമല്ല, അവരവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ് UDFിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും പ്രവർത്തകർ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുകയും അവർക്ക് കസേര ഇട്ട് കൊടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ ഇതുപോലെയൊക്കെയാണ്, ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ അവർ തന്നെ നമ്മുടെ കൂടുതൽ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു എത്ര സമയമായിട്ടിങ്ങനെ നിൽക്കാൻ തുടങ്ങി? ഞങ്ങളിവിടെ വന്ന് 1 മണിക്കൂർ കൂടുതലായി, ഒരു അനങ്ങുന്നില്ല. വോട്ട് ചെയ്തോളാൻ വയ്യ. സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയേ മടങ്ങും. അതെ, തീർച്ചയായിട്ടും. എത്ര സമയമായി? തീർച്ചയായിട്ടും അതെ, എത്ര ബുദ്ധിമുട്ടായാലും. സാറേ 1 മണിക്കൂറോളായി ഒന്ന് നിൽക്കുക. ഇതുവരെ 2 മണിക്ക് വന്നവരുണ്ട്. നിങ്ങൾ ഇപ്പോഴല്ലേ? അല്ല, ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വന്നിട്ട് തിരിച്ചു പോയ ആൾക്കാരാണ്. പിന്നെ ഇപ്പോൾ എന്തായാലും ചെയ്തല്ലേ യോഗത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടി പോയി. ഈ പലരും അശ്വിത, വേറൊരു സംഭവം, ഇതിൽ പലരും ഏതാണ്ട് ഒരു 10-35ഓളം വോട്ടർമാർ ഇതിൽ ദേഷിച്ച് ഇവിടുന്ന് വോട്ട് ചെയ്യാതെ പോയവരുണ്ട്. കാര്യം ഇവിടെ ഈ ഒരു ബൂത്തിൽ വളരെ മന്ദഗതിയിലായിരുന്നു പോളിംഗ് നടന്നത്. അതിൽ പലർക്കും ദേഷ്യമായിരുന്നു. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ മറ്റ് ജോലികളും അതുപോലെ തന്നെ നിൽക്കുന്നതിന് ഒരു മാനസിക പ്രയാസം, എത്ര സമയം എന്ന് കരുതി നിൽക്കും എന്ന് കരുതിയിട്ട് പോയവരുമുണ്ട്. അങ്ങനെയും ഈ ബൂത്തിൽ നടന്നിട്ടുണ്ട്. പൊതുവെ ഈ തീരമേഖലയിൽ അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇക്കുറി പോളിംഗ് ശതമാനം വളരെ കൂടാനാണ് സാധ്യത. SIRമായി ബന്ധപ്പെട്ട് പലർക്കും ആശങ്കയുണ്ട്. നിലവിൽ ഉള്ളത് അതോ ജില്ലയിൽ എവിടെങ്ങളിൽ നിന്നും ഈ നിലയിലുള്ള സാഹചര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ രാജ്കുമാർ? ഉണ്ട്. ഇത് ഈ തീരമേഖലകളിലും അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ ഇതുപോലെ തന്നെ ഇത്രയില്ലെങ്കിൽ പോലും കുറച്ച് ക്യൂ അവിടെയും ഇപ്പോഴും കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ടോക്കൺ നൽകിയിട്ടുണ്ട്. എത്ര സമയമായാലും ശരി, ഈ ടോക്കൺ കിട്ടിയവർ ആ വോട്ടവകാശം രേഖപ്പെടുത്തി മാത്രമേ ഈ നടപടികൾ അവസാനിപ്പിക്കൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ശരി രാജ്കുമാർ, ഞാൻ മടങ്ങി വരാം വീണ്ടും വിവരങ്ങളിലേക്ക്. സ്വാഭാവികമായി രാജ്കുമാറിലേക്ക് ഒരിക്കൽ കൂടി വരേണ്ടി വരും. 90 പേരാണ് ആ ബൂത്തിൽ ഇനിയും കാത്തു നിൽക്കുന്നത്. അപ്പോൾ മണിക്കൂറുകൾ ആ പ്രക്രിയ നീളുമെന്നതിൽ സംശയമില്ല. നിലവിൽ തന്നെ വളരെ മന്ദഗതിയിലാണ് ആ ബൂത്തിലെ ഈ പോളിംഗ് പ്രക്രിയ, വോട്ടിംഗ് പ്രക്രിയ നീങ്ങുന്നത് എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്യുന്നത്.